ഹായ് ഓൾ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സെറി ത്രെഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരു ലോഡ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ സെറി ത്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുന്ന ടൈമിൽ നമ്മൾ കോർണേഴ്സിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനൊരു ചെറിയ പെറ്റലിൻ്റെ ഷേപ്പാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ കോർണറിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് നീഡിൽ ഇങ്ങനെ കുത്തി ഇറക്കി കൊടുക്കുക. നമ്മൾ ത്രെഡിനെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് നമ്മളൊരു കോർണറിലേക്ക് ഇങ്ങനെ ചരിച്ച് പിടിച്ചിട്ട് വല്ലാതെ ടൈറ്റ് ചെയ്ത് വലിക്കരുത്. നമ്മൾ സെറി ത്രെഡ് ആയതുകൊണ്ട് സ്മൂത്തായിട്ട് വലിക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറത്താണ് നമ്മൾ ചെയിൻ ലോക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഈ ലൈനിൻ്റെ പുറത്തായിട്ട് ചെയിൻ ലോക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചതിന് ശേഷം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, അതായത് ക്രോസ് ആയിട്ട് വീണ്ടും നെക്സ്റ്റ് സൈഡിൽ നമ്മൾ അതേ ലൈനിൽ വീണ്ടും ഒരു ചെയിൻ എടുക്കുക. എന്നിട്ട് ആ ലൈനിൻ്റെ പുറത്തായിട്ട് ഒരു ചെയിൻ ലോക്ക് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വീണ്ടും വരിക. ഇങ്ങനെ സെയിം ലൈനിലൊരു ചെയിൻ ഇട്ട് കൊടുക്കുക. ലൈനിൻ്റെ പുറത്തായിട്ട് നമ്മളൊരു ചെയിൻ ലോക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു ഷേപ്പ് ഫില്ല് ചെയ്തെടുക്കുക. ഓപ്പോസിറ്റ് കൊണ്ടുപോവുക. ലൈനിൽ തന്നെയാണ് നമ്മൾ ചെയിൻ ഇടേണ്ടത്. അതിൻ്റെ പുറത്താണ് നമ്മൾ ചെയിൻ ലോക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ലൈനിൽ നമ്മൾ എപ്പോഴും ചെയിനാണ് കുത്തിയെടുക്കേണ്ടത്. ചെയിൻ ലോക്കാണ് നമ്മൾ ലൈനിൻ്റെ പുറത്തായിട്ട് കുത്തേണ്ടത്. ഇങ്ങനെ നല്ല ക്ലോസ് ആയിട്ട് ഇങ്ങനെ ചെയിൻ ലോക്ക് ഇടാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്തെടുക്കുക. ഈ ഒരു മോട്ടീഫ് കംപ്ലീറ്റ് ആവുന്നത് വരെ ക്രോസ് ആയിട്ട് ഇങ്ങനെ ചെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഇത് ഫില്ലായതിന് ശേഷം ഇതിൻ്റെ ബോർഡേഴ്സിലൂടെ, അതായത് ഇതിൻ്റെ ബോർഡേഴ്സിൽ നമുക്ക് ചെയിൻ ഇട്ട് ഫില്ല് ചെയ്യാം. അതിപ്പോൾ ചെയിൻ ഇട്ട് ഫില്ല് ചെയ്യാതെ നമുക്ക് വേണമെങ്കിൽ ആ ചെയിനിൻ്റെ കൂടെ നമുക്ക് ബീഡ്സൊക്കെ ഇട്ട് ചെയ്യാം. അങ്ങനെ ബീഡ്സൊക്കെ ഇടുകയാണെങ്കിൽ നമ്മൾ ഈ സെറി ത്രെഡ് കൊണ്ട് ബീഡ്സ് ഒന്നും ലോഡ് ചെയ്യരുത്. അപ്പോൾ നമ്മൾ ലാസ്റ്റിൽ എൻഡ് ലോക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ത്രെഡ് മാറ്റി കൊടുക്കുക. നമ്മൾ മെഷീൻ ത്രെഡോ അല്ലെങ്കിൽ നൈലോൺ ത്രെഡോ ഒക്കെ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ബോർഡർ ചെയ്യുകയാണെങ്കിൽ, ബീഡ്സ് കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കുക. ഓക്കെ. നമ്മൾ ചെയ്ത് ഏകദേശം ഈ മോട്ടീഫ് ഫില്ലാവാനായി. ഇങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ബീഡ്സൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ചെയിൻ സ്റ്റിച്ച്, ഇതേ ത്രെഡ് കൊണ്ട് തന്നെ ചെയിൻ ഇട്ടിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഔട്ട്ലൈൻ ചെയ്യുന്നത്. അപ്പോൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ നമുക്ക് ചെയിൻ ഇങ്ങനെ ഇട്ടിട്ട് അങ്ങനെ പോവാം. അതെല്ലാം നമ്മൾ ബീഡ്സൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എൻഡ് ലോക്കൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ബോർഡറിനോട് അതേ ഒരു ഷേപ്പിൽ നന്നായിട്ട് ക്ലോസ് ആയിക്കൊണ്ട് തന്നെ നമ്മൾ ചെയിൻ ഇട്ട് കൊടുക്കുക. എന്നപ്പോൾ നമ്മളെ ഡിസൈൻ നല്ല ഫിനിഷിങ്ങിൽ കിട്ടും. ചെറിയ ചെയിൻ ഇടാൻ ശ്രമിക്കുക. വല്ലാതെ ടൈറ്റ് ചെയ്ത് കൊടുക്കാതെ ഇങ്ങനെ ചെയ്തുകൊണ്ട് പോവുക. എന്നിട്ട് ഈ ഒരു പെറ്റലിൻ്റെ ഈ കോർണർ എത്തുമല്ലോ, അവിടെ എത്തുമ്പോൾ നമുക്കൊരു ചെറിയ ചെയിൻ ലോക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ. എന്നിട്ട് നമ്മൾ വീണ്ടും ഒന്നിങ്ങോട്ടേക്ക് നീഡിലിനെ തിരിച്ച് പിടിക്കുക, നമ്മളെ നേർക്ക് വരുന്ന രീതിയിൽ. എന്നിട്ട് വീണ്ടും ഇങ്ങനെ ചെയിൻ ഇട്ട് പോരാം. അപ്പം നമ്മളെ ഈ ഡിസൈന് നല്ലൊരു പെർഫെക്ഷൻ കിട്ടും. ഇങ്ങനെ നമ്മൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വരെ നമ്മൾ ചെയിൻ ഇട്ട് ഫില്ല് ചെയ്യാം. ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത അതേ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ഒരു ചെയിൻ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ എൻഡ് ലോക്കും കൂടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ചെറുതായ ചെയിനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് പിടിച്ച് വെച്ചിട്ട് ഒന്ന് വലിച്ച് ഉള്ളോട്ടേക്ക് ടൈറ്റൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു എൻഡിങ്ങിൻ്റെ ഒരു ലൂപ്പ് ഇവിടെ കാണുന്നുണ്ടല്ലോ. അത് നമുക്ക് പോക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒന്ന് ജസ്റ്റ്
ജസ്റ്റ് നീഡിലൊന്ന് അടിയിൽ കൂടെ ഒന്ന് കുത്തി എടുത്തിട്ട് ഇതിനൊന്ന് ജസ്റ്റ് ഉള്ളോട്ടേക്കൊന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതവിടെ ഫിനിഷായി. ഇങ്ങനെയാണ് നമ്മൾ ക്രോസ് ഫില്ലിംഗ് അല്ലെങ്കിൽ ലോഡ് സ്റ്റിച്ച് സെറി ത്രെഡ് കൊണ്ട് ചെയ്യുന്നത്.